ഫസ്റ്റ് ഈ ക്ലോത്തിലേക്ക് എങ്ങനെ എംബ്രോയ്ഡറി ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് എംബ്രോയ്ഡറി ഫ്രെയിം ഇങ്ങനെ രണ്ടായിട്ട് എടുക്കുക. ഇതിങ്ങനെ ലൂസ് ചെയ്യണം. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇതിങ്ങനെ അഴിച്ച് ലൂസ് ചെയ്യണം. അത്യാവശ്യം ലൂസായിട്ടുണ്ട്, നോക്കാം. എന്നിട്ട് ക്ലോത്തിനെ ഇങ്ങനെ ഇടുക. ഈ ക്ലോത്തിൻ്റെ അടിയിലേക്ക് ഈ ഫ്രെയിം കണ്ടോ, ഇതുപോലത്തെ ഫ്രെയിം ക്ലോത്തിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഈ സ്ക്രൂ ഉള്ള ഈ ഫ്രെയിം കണ്ടോ, അതെടുത്ത് ഇതിൻ്റെ മേളിലേക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ടിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇത് ഈ സ്ക്രൂ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്ലോത്തിനെ വലിച്ച് മുറുക്കി നല്ല ടൈറ്റാക്കി തന്നെ വെക്കണം. എന്നാലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ സ്റ്റിച്ചസും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് നീഡിൽ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിനകത്ത് ഇത് എങ്ങനെ എടുക്കുന്നത്, ഇതിങ്ങനെ പൊക്കണോ എങ്ങനെയാണെന്ന്. ഇതിനൊരു ഹോളുണ്ട് കണ്ടോ, അതിങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓരോ ഇതിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. ഓരോ ഇതിനകത്തായിട്ടാണ് ഈ നീഡിലിരിക്കുന്നത്. അപ്പോൾ ഈ ഹോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏത് നീഡിലാണോ, ഏത് സൈസിലുള്ള നീഡിലാണോ വേണ്ടത്, അതിങ്ങനെ പതിയെ ഇതിനകത്തുനിന്ന് എടുക്കാം. എന്നിട്ട് ഇനി ആങ്കർ ത്രെഡ് എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. ചില ആൾക്കാർ എടുക്കുമ്പോൾ ഇതിങ്ങനെ കുരുക്ക് വീണ് ഇത് മൊത്തത്തിൽ അങ്ങ് പോകും. ഇങ്ങനെ കുരുക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് നിവർത്താൻ വലിയ പാടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു നൂല് നീണ്ടു നിൽപ്പുണ്ടാവും. ഈ ത്രെഡെ പിടിച്ച്, ഈ ത്രെഡിൽ ഒരു കൈയും വേണം, ഇവിടെ ഒരു കൈയും വേണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. വലിച്ചെടുത്തപ്പോൾ ഇതിന് എന്തെങ്കിലും സംഭവിച്ചോ? പക്ഷേ നമ്മൾ അറിയാൻ മേലാത്തവർ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ അങ്ങ് വലിക്കുകയും ചെയ്യും, ഇത് മൊത്തത്തിൽ കുരുങ്ങുകയും ചെയ്യും. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് 6 ഇഴയാവാൻ 6 സ്ട്രാൻഡ്സാണ് വരുന്നത്. നമ്മളിപ്പോൾ 3 സ്ട്രാൻഡ്സിലാണ് ചെയ്യുന്നത്. 3 സ്ട്രാൻഡ്സ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഭംഗി. അപ്പം ഇതിനകത്തുനിന്ന് 3 നൂല് മാത്രം വേർതിരിച്ചെടുക്കുക. 3 നൂല് മാത്രം എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ ഇത് കെട്ടി വീഴും. അപ്പോൾ ഇതിനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പതിയെ 3 എണ്ണം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത്. ഓക്കെ, ഇതിപ്പോൾ 3 നൂലാണുള്ളത്. നമുക്കിത് നീഡിലേക്ക് കോർക്കാം. നീഡിലേക്ക് കോർത്തിട്ടുണ്ട്. ഇനി നൂലിൻ്റെ അറ്റം എങ്ങനെയാണ് ഇതിങ്ങനെയാണ് നിൽക്കേണ്ടത്. അതായത് ഒരു നൂല് ഈ സൂചിയുടെ അവിടെ ഒരു നൂല് വലുതും ഒരു നൂല് ചെറുതും എന്നുള്ള രീതിക്കാണ് നിൽക്കേണ്ടത്. രണ്ട് നൂലും കൂടി ഒരുമിച്ചല്ല കെട്ടിടേണ്ടത്. ഇത് കണ്ടോ, ഒരു നൂല് ദേ ചെറുത്, ഒരു നൂല് ദേ നീളത്തിൽ അങ്ങ് പോയേക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് കെട്ടിടേണ്ടത് കണ്ടോ, നമ്മുടെ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ച്, ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലത്തെ കൈയിലേക്ക് ഇത് ചുറ്റണം. വലത്തെ വിരലിലേക്ക്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിലേക്ക് ഇതിങ്ങനെ ചുറ്റണം. ഒരു ചുറ്റണം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പിരിച്ചിട്ട് ഇതിങ്ങനെ താഴത്തോട്ട് വലിക്കുമ്പം കണ്ട ഇവിടെ കെട്ട് വീണേക്കണണ്ട. വേണമെങ്കിൽ ഒരു കെട്ടും കൂടി ഇതുപോലെ ഇടാം. ഇങ്ങനെ എടുക്കുക, ഇതിനെ ചുരുട്ടുക, ഇതിനെ താഴത്തോട്ട് വലിക്കുക. അപ്പം നമുക്ക് ഇവിടെ കെട്ട് വീണിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കെട്ടിടേണ്ടത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണില്ല. കാരണം ഈ എംബ്രോയ്ഡറി അറിയില്ലാത്ത ആൾക്കാർക്ക് ഈ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യണം, ഈ നൂല് എങ്ങനെ ഇടണത്, എത്ര നൂല് എടുക്കണം, എങ്ങനെയൊക്കെ ഇട്ടിടേണ്ടതെന്നൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അതാദ്യം നമുക്ക് നോക്കാം. നാളെ തൊട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചസ് ആയിട്ട് തുടങ്ങാം കേട്ടോ.